PCOD ഉള്ള പെൺകുട്ടികൾക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ഈ ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്ന് സെല്ലിലേക്ക് കയറണമെങ്കിൽ അവിടെ ഒരു ഗേറ്റ്മാൻ ഉണ്ട്. ആ ഗേറ്റ്മാൻ ആണ് ഇൻസുലിൻ. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഹൈ ആണെങ്കിൽ ഈ ഗേറ്റ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഗ്ലൂക്കോസ് ബ്ലഡിൽ തന്നെ നിൽക്കുകയും സെല്ലിലേക്ക് എൻട്രി ചെയ്യില്ല. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക വെച്ചാൽ ബെസ്റ്റ് മെത്തേഡ് എക്സസൈസ് ആണ്. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് നടക്കുകയും അപ്പം ബ്ലഡ് ഷുഗർ കൂടാതിരിക്കുകയും ചെയ്യാം. ഞാൻ ഡോക്ടർ സ്മിതി സനൽ ജോർജ് JMP മെഡിക്കൽ സെന്ററിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 30 വർഷമായി ഗൈനക്കോളജിയിൽ പല ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത് ഏകദേശം 20,000 ഡെലിവറി എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജസ്റ്റേഷണൽ ഡയബറ്റിസ് അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ഡയബറ്റിസ് ഇന്ന് കേരളത്തിൽ വളരെ കോമൺ ആണ്. ഏകദേശം 20 മുതൽ 30% പെൺകുട്ടികൾ ഇന്ന് ജസ്റ്റേഷണൽ ഡയബറ്റിസിന് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇത് പല കാരണങ്ങളുണ്ട്. ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം PCOD ഭയങ്കര കോമൺ ആണല്ലോ. അപ്പോൾ PCOD ഉള്ള പെൺകുട്ടികൾക്ക് ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ്. ബിക്കോസ് രണ്ടിൻ്റെയും ബേസിക് കോസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ PCODയിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട്. ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള പെൺകുട്ടി പ്രഗ്നൻ്റ് ആകുമ്പോൾ ജസ്റ്റേഷണൽ ഡയബറ്റിസ് വരാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പ്രീ പ്രഗ്നൻസി ബോഡി വെയ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മളിപ്പോൾ നോർമൽ ബോഡി വെയ്റ്റിലാണ് കൺസീവ് ചെയ്യണമെന്ന് വെച്ചാൽ വലിയ ഇഷ്യൂസ് ഇല്ല. പക്ഷെ പലരും ഒരു 20 കിലോസ് 10 കിലോസ് ഒക്കെ ഓവർ വെയ്റ്റ് ആയിട്ടാണ് പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ ബോഡി വെയ്റ്റ് അഗെയിൻ കോൺട്രിബ്യൂട്ട്സ് ടു അവർ ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സോ വാട്ടെവർ ഫുഡ് വി ഈറ്റ് ഫൈനലി ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്ന് സെല്ലിലേക്ക് കയറണമെങ്കിൽ അവിടെ ഒരു ഗേറ്റ്മാൻ ഉണ്ട്. ആ ഗേറ്റ്മാൻ ആണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഹൈ ആണെങ്കിൽ ഈ ഗേറ്റ് ക്രോസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഗ്ലൂക്കോസ് ബ്ലഡിൽ തന്നെ നിൽക്കുകയും സെല്ലിലേക്ക് എൻട്രി ചെയ്യില്ല. അതാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ നമ്മൾ പറയല്ലേ ഹൈ റെസിസ്റ്റൻസ് വയർ. ഹൈ റെസിസ്റ്റൻസ് പറഞ്ഞാൽ അത്രയും റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് വളരെ കുറവ് ആണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ക്രോസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ഹൈ ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണമാണ് ബ്ലഡ് ഷുഗർ കൂടുന്നത്. അപ്പോൾ ഷുഗർ ബ്ലഡിൽ തന്നെ നിൽക്കും, അത് സെല്ലിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ബെസ്റ്റ് മെത്തേഡ് എക്സസൈസാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് ഗ്ലൂക്കോസ് നടക്കുകയും അപ്പോൾ ബ്ലഡ് ഷുഗർ കൂടാതിരിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റേഷണൽ ഡയബറ്റീസിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഡയറ്റ് ആൻഡ് എക്സസൈസാണ്. അതേമാതിരി ഈ പ്രോസസ്ഡ് ഫുഡ്സൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ പെട്ടെന്ന് ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. എന്നാൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഫൈബർ റിച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുക, അത്രയും ഹൈ ഷുഗർ പോവില്ല. അപ്പോൾ അതിൻ്റെ പേര് ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയും. ഇപ്പം നമ്മൾ നല്ല ഒരു കേക്ക് കഴിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്ലൈസീമിൻ്റെ ഇൻഡെക്സ് ഭയങ്കര ഹൈ ആണ്. അപ്പോൾ പെട്ടെന്ന് ബ്ലഡ് ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നമ്മളൊരു നല്ല പേരക്കയാണ് കഴിക്കണതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നല്ല ഫൈബർ കണ്ടൻറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഷുഗർ പ്രോസസ് ഷുഗർ അല്ല, നാച്ചുറൽ ഷുഗറാണ്. അപ്പോൾ ആ ബ്ലഡ് ഷുഗർ അത്ര ഷൂട്ടപ്പ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ കുറേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, എക്സസൈസ്, ഡയറ്റ് ഒക്കെ കൊണ്ട് നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ജസ്റ്റേഷണൽ ഡയബറ്റീസിനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ പലരും പ്രഗ്നൻസിയിൽ അത്ര മോട്ടിവേറ്റഡ് അല്ല, ഛർദിയുണ്ട്, ക്ഷീണമുണ്ടെന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് ഇതൊന്നും കൊണ്ട് ഷുഗർ കൺട്രോൾ ആയില്ലെങ്കിൽ നമ്മൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ മെറ്റ്ഫോമിൻ തരത്തിലുള്ള മരുന്നുകൾ കൊടുത്ത് ഈ ഷുഗർ ലെവല് നല്ല കൺട്രോൾ അല്ലെങ്കിൽ അത് ബേബിയുടെ ഗ്രോത്തിനെയും ഒക്കെ എഫക്റ്റ് ചെയ്യാം. അപ്പോൾ ബ്ലഡ് ഷുഗർ കൺട്രോൾ ഒരുമാതിരി നല്ല കൺട്രോളിൽ നിന്നിട്ട് വേണം നമ്മൾ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ആൻഡ് നമ്മുടെ ബ്ലഡ് ഷുഗർ ഇൻ പ്രഗ്നൻസി ഈസ് ഡിഫറെൻറ്റ് ഫ്രം ബ്ലഡ് ഷുഗർ ഇൻ അത് സാധാരണ മനുഷ്യരിൽ വ്യത്യാസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ഷുഗറൊക്കെ നമ്മൾ 100ൻ്റെ താഴെ തന്നെ നിർത്തണം. അതേമാതിരി ഈ ഭക്ഷണം കഴിച്ചിട്ടുള്ള ഷുഗർ നമ്മളൊരു 130, 140യുടെ താഴെ നിർത്തണം. ഒരുമാതിരി നല്ല സ്ട്രിക്റ്റ് കൺട്രോൾ ഇല്ലെങ്കിൽ ബേബിക്ക് ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ മാക്രോസോമിയ വരാനും പിന്നെ ബേബിയുടെ നമ്മുടെ പാൻക്രിയാസ് സ്റ്റിമുലേറ്റായി ബേബിയിലേക്കും അടുത്ത ജനറേഷനിലേക്കും ഡയബറ്റിസ് വരാനുള്ള പോസിബിലിറ്റീസൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് ഇൻ പ്രഗ്നൻസി നമ്മൾ വളരെ സ്ട്രിക്റ്റായിട്ട് ബ്ലഡ് ഷുഗർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പറ്റുമെങ്കിൽ ഡയറ്റ് ആൻഡ് എക്സസൈസും ഉണ്ട്. അത് പറ്റുന്നില്ലെങ്കിൽ മരുന്നുകളോ അല്ലെങ്കിൽ ഇൻസുലിൻ കുത്തിവയ്ക്കാണ് ഏറ്റവും സേഫസ്റ്റ് മെത്തേഡ്. അങ്ങനെ ബ്ലഡ് ഷുഗർ അണ്ടർ കൺട്രോൾ നിർത്തിയാലാണ് നമുക്കൊരു ഗുഡ് ഔട്ട്കം
പ്രഗ്നൻസിയിൽ കിട്ടുള്ളൂ. താങ്ക് യു.